വിൽപ്പനക്കുറവുള്ള മാവേലി സ്റ്റോറുകൾ അടച്ചുപൂട്ടാനൊരുങ്ങുകയാണ് സപ്ലൈകോ. ഇതിന്റെ ഭാഗമായി മാവേലി സ്റ്റോറുകളുടെ കണക്കെടുത്ത് പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. സബ്സിഡി ഇനത്തിൽ വിൽക്കാൻ ഇനി സാധനങ്ങൾ നൽകില്ലെന്ന് സപ്ലൈകോ MD ഔട്ട്ലെറ്റ് മാനേജർമാരെ അറിയിച്ചിട്ടുണ്ട്. മാവേലി സ്റ്റോർ അടച്ചുപൂട്ടുമെന്ന വാർത്ത മാവേലി അറിഞ്ഞാൽ എങ്ങനെയാകുമെന്നുള്ള പ്രതികരണം നമുക്ക് ആദ്യം നോക്കാം. ശേഷം ഈ വിഷയത്തിൽ തന്നെ നമുക്ക് ചർച്ചയിലേക്ക് പോകാം. ഡിജോ കാപ്പൻ ഒപ്പം തന്നെ R വിജയകുമാറുമുണ്ട്. ആദ്യം റിപ്പോർട്ടിലേക്ക്. മാവേലി തമ്പ്ര, കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? ഓണം കഴിഞ്ഞിട്ട് മാസം 5-6 ആയില്ലേ? ആട്ടെ, നാട്ടിൽ എന്തുണ്ട് വിശേഷം? കേരളത്തിൽ നിന്ന് പാതാളത്തിലേക്ക് കൂടുതൽ മാവേലിമാർ വരുന്നുണ്ട്. കൂടുതൽ മാവേലിമാരോ? ഇങ്ങോട്ടോ? ഞാനുള്ളപ്പോൾ മറ്റൊരു മാവേലിയോ? ചിരിക്കണ്ട, ഞാൻ സപ്ലൈകോ വരെ ഒന്ന് പോയാൽ വരാൻ പോകുന്ന മാവേലി ആരെന്നൊന്ന് കാട്ടിത്തരാം. പോയി വരൂ. നാട്ടിലെ സാധാരണക്കാരന് അന്നം തരുന്ന സപ്ലൈകോയുടെ മാവേലി സ്റ്റോറില്ലേ, ഈ മാവേലിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2016 മുതൽ വില കൂട്ടാതെ സബ്സിഡി നൽകി 13 അവശ്യ സാധനങ്ങൾ സപ്ലൈകോ ജനങ്ങൾക്ക് വിൽക്കുകയാണ്. അരിയും സബ്സിഡി നൽകി വിൽക്കുന്നു. ഇങ്ങനെ സബ്സിഡി നൽകിയതിലൂടെ ഉണ്ടായ ചെലവ് നികത്താതെ സർക്കാർ സപ്ലൈകോയെ മുടിച്ചു. ഏകദേശം 1500 കോടി രൂപയിലധികം സപ്ലൈകോയ്ക്ക് സർക്കാർ കുടിശ്ശിക നൽകാനുണ്ട്. എന്നിട്ടും ബജറ്റിൽ അനുവദിച്ചത് വെറും 10 കോടി രൂപ മാത്രമാണ്. അപ്പോഴേ കണ്ടില്ലേ കാര്യങ്ങൾ? അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബജറ്റിൽ സപ്ലൈകോയ്ക്ക് കാശൊന്നും അനുവദിച്ചില്ല അല്ലേ? ഈ സർക്കാർ മാവേലി സ്റ്റോറുകളെയൊക്കെ പൂട്ടിക്കുമല്ലോ. ഷട്ടർ വീഴും. കച്ചവടം കുറവുള്ള മാവേലി സ്റ്റോറുകൾ സപ്ലൈകോ പൂട്ടാൻ പോവുക, കണക്കെടുത്തിട്ടുണ്ട്. മാവേലി കേട്ടോളൂ, ആ കഥ സൊല്ലട്ടുമാ. സൊല്ലുങ്കോ. അന്ന് തീയതി ജനുവരി മാസം 23 പണമില്ലാതെ ഗതികെട്ട സപ്ലൈകോയെ എങ്ങനെ രക്ഷിക്കാമെന്ന് ആലോചിക്കാൻ അവർ തിരുവനന്തപുരത്ത് ഒത്തുകൂടി. സപ്ലൈകോ MD ശ്രീറാം വെങ്കിട്ടരാമൻ ഔട്ട്ലെറ്റ് മാനേജർമാരോട് പറഞ്ഞു, ഇനി നിങ്ങൾ സബ്സിഡി സാധനങ്ങൾ കിട്ടുമെന്ന് കാത്തിരിക്കേണ്ട, തരില്ല. ശബരി ഉൽപ്പന്നങ്ങൾ വിറ്റ് പണം ഉണ്ടാക്കിക്കോണം. മാളുകളിലൊക്കെ നല്ല കച്ചവടം നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മാത്രം എന്താ ലാഭമുണ്ടാക്കാൻ പാട്? പിന്നെ ആകെ 815 മാവേലി സ്റ്റോറുകളുണ്ടല്ലോ, അതിൽ ലാഭമില്ലാത്തതും വിറ്റുവരവ് കുറഞ്ഞതുമായ മാവേലി സ്റ്റോറുകളുടെ കാര്യം അതിന് നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഒരു ഗ്രാമത്തിൽ 3 മാവേലി സ്റ്റോറൊന്നും വേണ്ട. നിങ്ങൾ ഡിപ്പോ മാനേജർമാർ അവ ഏതൊക്കെയെന്ന് കണക്ക് തരണം. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ മൊത്തം എത്ര മാവേലി സ്റ്റോറുകളെ സർക്കാർ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തും? നമ്മുടെ സർക്കാർ സബ്സിഡി കുടിശ്ശിക കൊടുക്കാത്തതുകൊണ്ടാണല്ലോ മാവേലി സ്റ്റോറുകൾക്ക് ഈ ഗതി വന്നത്. നമ്മുടെ ധനമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കാലി ഷെൽഫിൽ പൂച്ച പെറ്റി കിടക്കുന്ന മാവേലി സ്റ്റോറൊക്കെ ഇങ്ങ് പാതാളത്തിലാകും. ക്യാമറമാൻ നല്ലേ മുരുകനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇനി അതിഥികളിലേക്കാണ് നമ്മൾ. ഡിജോ കാപ്പൻ പൊതുപ്രവർത്തകൻ, ഒപ്പം തന്നെ R വിജയകുമാർ സപ്ലൈകോ നാഷണൽ എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയാണ്. ആദ്യം ഞാൻ ശ്രീ വിജയകുമാറിലേക്ക് പോവുകയാണ്. ശ്രീ വിജയകുമാർ, ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ സപ്ലൈകോ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. നിലവിൽ എന്താണ് നമ്മുടെ മാവേലി സ്റ്റോറിന്റെ സപ്ലൈകോയുടെ അവസ്ഥ എന്താണ്? ആദ്യം നമുക്കത് പറഞ്ഞു തുടങ്ങാം. കേൾക്കാം, പറയൂ. സപ്ലൈകോ നമുക്കറിയാം 1974 തുടങ്ങുമ്പോൾ അതിന്റെ ഉദ്ദേശം സാധാരണക്കാരനായ അടിസ്ഥാന വർഗത്തിന് തുച്ഛമായ വിലക്ക് സാധനങ്ങൾ എത്തിക്കുക എന്നതാണ്. ഇന്ന് സപ്ലൈകോ വലിയ രീതിയിൽ ഈ 1974 നിന്ന് 2000 കാലഘട്ടത്തിലേക്ക് വളർന്നു വരുമ്പോൾ ഒരു നല്ലൊരു പ്രതീക്ഷയായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയൊരു പൊതുമേഖലാ സ്ഥാപനം ജനങ്ങളുടെ ഒരു ആശാ കേന്ദ്രമായിട്ട് വളർന്നു വരുന്നു എന്നതിൽ നമുക്കെല്ലാം അഭിമാനിക്കാം, പൊതുമേഖല എന്നതിൽ. പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 2016 അധികാരത്തിൽ വരുമ്പോൾ ഒരു സാധനത്തിനും വില കൂട്ടില്ല എന്ന രീതിയിലാണ് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നത്. 13 സബ്സിഡി സാധനങ്ങളും വില കൂട്ടാതെ ജനങ്ങൾക്ക് ലഭ്യമാക്കും. നല്ല തീരുമാനമാണ്, INTUC സ്വാഗതം ചെയ്യുന്നു. പക്ഷേ മാർക്കറ്റ് ഇന്റർവെൻഷൻ അഥവാ MIO എന്ന് പറയുന്ന ഇടപെടലിന്റെ ഭാഗമായിട്ട് സബ്സിഡി സപ്ലൈകോ കൊടുക്കുമ്പോൾ അത് തരേണ്ട ഉത്തരവാദിത്തം കേരള സർക്കാരിനാണ്. 2013 മുതൽ 2023 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചപ്പോൾ ആ നഷ്ടം ഏകദേശം 4180 കോടിയാണ് MIO നഷ്ടം, മാർക്കറ്റ് ഇടപെടൽ വഴിയുണ്ടായ നഷ്ടം. നിർഭാഗ്യവശാല് ഞാൻ ഒരു കാര്യം ആദ്യം പറയട്ടെ, ഈ സപ്ലൈകോ എന്ന സ്ഥാപനത്തിൽ കണക്ക് തയ്യാറാക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഈ 4150 കോടിയിൽ എത്തിച്ചേർന്നെങ്കിൽ തൊട്ടടുത്ത വർഷം കണക്ക് തയ്യാറാക്കുമ്പോൾ
ഈ ഓപ്പണിംഗ് ബാലൻസ് അങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യില്ല. ബജറ്റിൽ എത്രയാണോ വെക്കുന്നത് അതാണ് ക്യാരി ഫോർവേഡ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ കിട്ടാനുള്ള കോടികൾ ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് 1069 കോടിയാണ് മാർക്കറ്റ് ഇന്റർവെൻഷന്റെ ചോദിച്ചത്. 1069. ഈ 1069 അല്ല, വിവരാവകാശ നിയമം പ്രകാരം 2010-11 മുതൽ ഈ ആഗസ്റ്റ് 2023 വരെ ഞാൻ കണക്കുകൾ വാങ്ങിയപ്പോൾ 4180 കോടി മാർക്കറ്റ് ഇന്റർവെൻഷൻ ലോസും അതിൽ തന്നത് 1404 കോടിയാണ്. അത് ഓഡിറ്റ് ചെയ്ത കണക്കാണ്. ആ കണക്ക് പ്രകാരം ഇത്രയും തുക സപ്ലൈകോയ്ക്ക് തരാറുണ്ട്. അപ്പൊ ഈ ബജറ്റില് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് ഈ 1069 കോടി നിങ്ങൾ ഈ മാർക്കറ്റ് ഇന്റർവെൻഷനിൽ ഇടപെടുന്ന നമ്മൾ സബ്സിഡി കൊടുക്കുന്ന തുക സപ്ലൈകോയ്ക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ കേവലം 10 കോടി സബ്സിഡി കൊടുക്കാനല്ല തന്നത്. അത് ഔട്ട്ലെറ്റ് നവീകരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് 10 കോടി. ഇത് എല്ലാ കാലത്തും 10 കോടി ബജറ്റിൽ വെക്കും. ഈ 10 കോടി ബജറ്റിൽ വെക്കുന്നത് 1 കോടി പോലും ഇതുവരെ സപ്ലൈകോയ്ക്ക് തന്നിട്ടില്ല. അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ സപ്ലൈകോയുടെ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. സപ്ലൈകോ അതിന്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ബാങ്കിൽ നിന്ന് കാനറ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക്, ഫെഡറൽ ബാങ്ക് കൺസോർഷ്യം ഓഫ് 3 ബാങ്കിൽ നിന്ന് 2500 കോടി കടമെടുത്തിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ നെല്ല് സംഭരണം നടത്തുന്നുണ്ട്. ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ സപ്ലൈകോ ഏറ്റവും ഒടുവിലായി അതിന്റെ കടം അത് കർഷകരുടെ ഈട് നൽകിയിട്ടാണ്. നെല്ല് ഈട് നൽകിയിട്ട് കൊടുക്കുന്ന PRS വായ്പ 1800 കോടിയായി നിൽക്കുകയാണ്. ഇപ്പൊ 4300 കോടി കടത്തിലുള്ള സപ്ലൈകോ പ്രതിവർഷം 332 കോടി പലിശ അടക്കുകയാണ്. ഇതിലത്തെ തൊഴിലാളികളെല്ലാം ആശങ്കയിലാണ്, ജീവനക്കാർ ആശങ്കയിലാണ്. തൊഴിലാളികൾ, ജീവനക്കാർ അവരുടെ പ്രതിസന്ധിയിലേക്ക്, അവരുടെ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് വരാം. അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അങ്ങ് ചൂണ്ടിക്കാണിച്ചത്. അതിലേക്ക് എത്താൻ ഞാൻ ശ്രീ ഡിജോ കപ്പനിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ശ്രീ ഡിജോ കപ്പൻ, ഇവിടെ ഇപ്പോൾ ആർ വിജയകുമാർ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനി ഒരുപാട് നീളുമെന്നതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഈ കണക്കുകളും കോടികളുടെ കണക്കുകളൊക്കെ പറയുമ്പോൾ സാധാരണക്കാരന് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ, ഭക്ഷ്യസാധനങ്ങൾ വലിയ വിലക്കയറ്റമാണ്. അതിനിടയിലും കിട്ടാവുന്ന ഏക ഒരു ആശയമാണ് ഈ മാവേലി സ്റ്റോറുകൾ. ഇപ്പോൾ തന്നെ അവിടെ മതിയായ സാധനങ്ങളില്ല, സ്റ്റോക്കുകളൊന്നും തന്നെ ഇല്ല. 13 എണ്ണത്തിൽ നമ്മൾ പോയ 1, 2, 3 ഒക്കെ കിട്ടുകയുള്ളൂ. കൂടിപ്പോയാൽ ഇതിപ്പോ ഇനി അടച്ചുപൂട്ടുകൂടി ചെയ്യുമ്പോൾ പാവങ്ങൾ എന്ത് പഴിച്ചോ എന്നുള്ളതാണ്. എന്നോടാണോ? അതെ. അതായത് LDF ഗവൺമെന്റില് ചന്ദ്രശേഖരൻ നായർ 1974 തുടങ്ങിയ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ കൊണ്ട് മാവേലി സ്റ്റോറുകൾ. അന്ന് ചെയ്തുകൊണ്ടിരുന്നത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയി അവിടെ നിന്ന് പയറുവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, സബോള ഇങ്ങനെയുള്ള സാധനങ്ങൾ കൃഷിക്കാരന്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങുമായിരുന്നു. ഇവിടുന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ടീം അവിടെ പോയി നെഗോഷിയേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ മാർക്കറ്റ് വിലയുടെ ഏതാണ്ട് പകുതിക്ക് ഇവിടെ കൊടുക്കാൻ കഴിയുമായിരുന്നു. അതായിരുന്നു ഇതിന്റെ ഒരു കൺസെപ്റ്റ്. പക്ഷേ കാലങ്ങൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം കൊണ്ട്, അവർക്ക് തണുപ്പുമൊക്കെ കൊണ്ട് ഈ UP-യിലും മധ്യപ്രദേശിലും ഒക്കെ പോയി കിടക്കാൻ കഴിയാത്തത് കൊണ്ട് അവര് ഇവിടെ ടെൻഡർ വിളിക്കുക. ഇവിടെ ടെൻഡർ വിളിച്ചിട്ട് ഇവിടുത്തെ മൊത്തക്കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി പൊതുഖജനാവിൽ നിന്ന് കുറച്ച് സബ്സിഡി മേടിച്ചുകൊണ്ട് ഇത് കൊടുക്കാൻ തുടങ്ങിയതാണ് ഇതിന്റെ താളം തെറ്റാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ പൊതുഖജനാവിൽ നിന്ന് പണം കിട്ടാതെ വന്നു എന്നുള്ളതാണ് മാവേലി സ്റ്റോറുകൾ ഇന്ന് നിലയ്ക്കാനുണ്ടായ കാര്യം. അതേസമയം നമുക്കറിയാം ഈ കേരളത്തിലേക്ക് എന്താണ് പ്രയോറിറ്റി എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം ഓണാഘോഷം നമ്മൾ എത്ര ബുദ്ധിമുട്ടാണേലും ആളുകള്, വ്യക്തികളും സർക്കാരും സ്ഥാപനങ്ങളും ഒക്കെ ഓണം നന്നായിട്ട് ആഘോഷിക്കും. അങ്ങനെ കേരളത്തിൽ കോടാനുകോടി മുടക്കി ഓണം ആഘോഷിച്ചതിന് ശേഷം ഈ അടുത്ത കാലത്ത് കേരളീയം എന്ന് പറയുന്ന ഒരു ചടങ്ങ് തിരുവനന്തപുരത്ത് നടത്തി. അതായത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തിയ ചടങ്ങിന് M ജയചന്ദ്രന്റെ പ്രോഗ്രാമിന് 9,90,000 രൂപയും, ശോഭനയുടെ ഡാൻസിന് 8 ലക്ഷം രൂപയും, മുകേഷിന്റെയും GS പ്രദീപിന്റെയും പ്രോഗ്രാമിന് വേറൊരു 8,30,000 രൂപയും, KS ചിത്രയുടെ പ്രോഗ്രാമിന് 2 ലക്ഷം രൂപയും, സ്റ്റീവൻ ദേവസ്യയുടെ 1,19,000 രൂപയും കൊടുത്തു. അതിന് പകരം ഇത് ഓണത്തിന് മുമ്പ് ഈ ആഘോഷമൊക്കെ നടത്തിയതാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആഘോഷം. അതേസമയം മാവേലി സ്റ്റോറുകളിൽ വളരെ പാവപ്പെട്ട സാധുക്കളായ ആളുകൾക്ക് അരിയും പലവ്യഞ്ജനങ്ങളും കൊടുക്കാനുള്ള പണമാണ് ഇങ്ങനെ ദൂർത്തടിച്ചതെന്ന് മനസ്സിലാക്കണം. അപ്പൊ കേരള ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്താണ് എന്ന് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, CAG-യുടെ ഏറ്റവും അവസാനം പുറത്തു വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട്. അതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. ആ റിപ്പോർട്ട് പ്രകാരം ഈ നികുതി കുടിശ്ശിക എന്ന് പറയുന്നത് 28,258.39 കോടിയാണ്. അതായത് നമ്മുടെ ബഡ്ജറ്റ് വിഹിതത്തിന്റെ 24% പിരിച്ചെടുത്തിട്ടില്ല. ഇതിന്റെ ഒരു 10% കൂടെ പിരിച്ചെടുത്തിരുന്നെങ്കിൽ കേരളത്തിലെ മാവേലി സ്റ്റോറുകൾ എന്നല്ല, ഇവിടെ ആശുപത്രിയിലെ രോഗികൾക്ക് മരുന്ന് കൊടുക്കാനും ഒക്കെ പണം ഉണ്ടായേനെ.
അപ്പൊ ഗവൺമെന്റ് കാലാകാലങ്ങളിൽ ചെയ്യാനുള്ളത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഗവൺമെന്റ് ആകെ ചെയ്തത്. തന്നെ ഡൽഹി പോയി സമരം ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് വായിച്ചാൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ചിലപ്പം കോടതിയുടെ സമയം കളഞ്ഞു എന്ന് പറഞ്ഞ് പെനാൽറ്റിയും കൂടെ വേണ്ടി വരും. അതായത് കേന്ദ്ര ഗവൺമെന്റ് അപ്പൊ അങ്ങനെയുള്ള പണത്തിൽ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ മെട്രോയ്ക്ക് 2014 എടുത്ത പണത്തിന് കുടിശ്ശിക വന്നപ്പം കേന്ദ്ര ഗവൺമെന്റ് അത് അടച്ചു. അപ്പൊ അതുകൊണ്ട് കേരള ഗവൺമെന്റ് തോന്നുന്നത് പോലെ ആളുകളുടെ കയ്യിൽ നിന്ന് പണം കടം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വലിയ ബാധ്യതയായി തീരും. ലോകരാജ്യങ്ങളിൽ പലയിടത്തും അത് അവരുടെ സംസ്ഥാനങ്ങളൊക്കെ വാങ്ങിച്ച കടത്തിന്റെ ബാധ്യതയാണ് റഷ്യക്കും അർജന്റീനയ്ക്കും മെക്സിക്കോയ്ക്കും ഒക്കെ ഉണ്ടായത് എന്നും കൂടിയാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് നികുതി പിരിക്കാനുള്ളത് നമ്മൾ നികുതി പിരിക്കുന്നില്ല. പിന്നെ നമ്മുടെ ധൂർത്ത്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ധൂർത്ത് തന്നെയുള്ള വാക്ക് ഉപയോഗിക്കുകയാണ്. ഇവിടെ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് പോരെ ജയചന്ദ്രന്റെയും ജയചിത്രയുടെയും ഒക്കെ ഗാനമേള. നമുക്ക് അവരുടെയൊക്കെ പാട്ട് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ആ പാട്ട് കേൾക്കാനുള്ള പണം ഭക്ഷണം കഴിച്ചിട്ട് വേണം. ഇവിടെ ആളുകൾ കുഴഞ്ഞു വീണുക. കഴിഞ്ഞ ദിവസം തന്നെ 1600 രൂപ പെൻഷൻ കിട്ടാത്തതിന്റെ പേരില് ഒരാളെ കത്തെഴുതി വെച്ചിട്ട് മരിച്ചു. പിന്നെ ഇന്നലെ കൊച്ചിയില് PF നിന്ന് കിട്ടാനുണ്ടായ 84,000 രൂപ കിട്ടാത്തതിന്റെ പേരില് ആളുകൾ കത്തെഴുതി വെച്ചിട്ട് മരണമടയ്ക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഗവൺമെന്റ് എന്തിനാണ് പ്രയോറിറ്റി എന്നുള്ളതാണ്. അപ്പം എനിക്ക് ശ്രീരാം വെങ്കട്ടരാമൻ എടുത്ത തീരുമാനം ഞാൻ പറയല്ല. പ്രയോറിറ്റി എന്താണെന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ കമന്റ് ചെയ്യുന്ന ആളുകൾ കമന്റ് ചെയ്യുന്ന ചില രസകരമായിട്ടുള്ള കമന്റുകൾ ഞാൻ വായിക്കാം. മാവേലി സ്റ്റോറുകൾ അടച്ചുപൂട്ടാൻ പോകുന്ന ഇത്ര വലിയ അതിശയോക്തിയൊന്നും വേണ്ട, അധികം താമസിയാതെ കേരളം തന്നെ അടച്ചുപൂട്ടും. ഈ കമന്റുകളെയും നമുക്ക് അത്ര നിസ്സാരവൽക്കരിച്ച് കാണേണ്ടതുമില്ല. കാരണം അത്തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത് എന്നത് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഷിയാർ വിജയകുമാർ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയിരിക്കുന്ന ഉത്തരവിൽ സൂചിപ്പിക്കുന്ന അനുസരിച്ച് അതായത് മാവേലി സ്റ്റോറുകൾ അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചന അതിലുണ്ട്. പക്ഷെ അതിനെ പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട് ഭക്ഷ്യമന്ത്രി. പക്ഷെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ എന്താണ്? മാവേലി സ്റ്റോറുകൾ തത്വത്തിൽ എല്ലാ മാവേലി സ്റ്റോറുകൾ മാത്രമല്ല സൂപ്പർ മാർക്കറ്റുകളെല്ലാം ഇന്ന് അടഞ്ഞു കിടക്കുന്ന ഒരു സവിശേഷത തന്നെയാണ് കേരളത്തിലുള്ളത്. അടച്ചുപൂട്ടലിന്റെ ആവശ്യമില്ല. ഇപ്പം പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന സ്ഥിതിയാ ഉള്ളത്. 13 സബ്സിഡി സാധനങ്ങൾ ഔട്ട്ലെറ്റുകളില്ല. സബ്സിഡി സാധനങ്ങൾക്ക് ഉപരി സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അതുപോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് സപ്ലൈകോ പോകുന്നത്. 760-800 കോടി രൂപ സപ്ലയർമാർക്ക് കൊടുക്കാനുണ്ട്. 1 രൂപ പോലും സപ്ലയർമാർക്ക് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സബ്സിഡി സാധനങ്ങൾ കൊടുക്കുക? ഇപ്പൊ സാധാരണക്കാരന് 25 രൂപയ്ക്ക് കിട്ടിയ ജയ അരിക്ക് ഇപ്പൊ വിൽക്കുന്നത് 42 രൂപയാണ്. 17 രൂപ കൂട്ടിയിട്ടാണ് വിൽക്കുന്നത്. സാധാരണ ഇതിന്റെ ഭവിഷ്യത്ത് എവിടെയാണ് വരിക? നമ്മുടെ താഴെത്തട്ടിൽ അടിസ്ഥാന ഒരു വേതനം, നമ്മുടെ കൂലി വ്യവസ്ഥയിൽ ഇപ്പൊ നാടൻ പണിയെടുക്കുന്ന ആളുകൾക്ക് ഇപ്പൊ 800 രൂപ 900 രൂപ വാങ്ങുന്ന ആളുകൾ 1200-1300 രൂപയിലേക്ക് അത് വരും. തുടർച്ചയായിട്ട് നമ്മുടെ നാട്ടിൽ വിലക്കയറ്റം രൂക്ഷമാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഈ സപ്ലൈകോയെ തകർക്കുന്നതിലൂടെ സർക്കാർ കാണിക്കുന്നത്. ഇപ്പൊ സപ്ലൈകോയ്ക്ക് ഇത് ഞാൻ പറയുന്ന നികുതി പിരിച്ച് കേരളത്തിൽ വരുമാനമില്ല എന്ന് പറഞ്ഞാൽ മറ്റു മേഖലകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ടൂറിസം മേഖലകൾ കൊടുത്തിട്ടുണ്ട്. മറ്റു മേഖലകൾക്കെല്ലാം ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഈ സപ്ലൈകോ എന്ന ഈ പ്രസ്ഥാനത്തിന് അതിന്റെ മാർക്കറ്റ് ഇന്റർവെൻഷന് മറ്റു ഫണ്ട് കൊടുത്തിട്ടുണ്ടോ എന്നല്ല, മാർക്കറ്റ് ഇന്റർവെൻഷന് സബ്സിഡി കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ മനഃപൂർവ്വം, ഇനി 2 വകുപ്പുകൾ തമ്മിലുള്ള പോരാട്ടമാണോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. ഭക്ഷ്യമന്ത്രി തന്നെ എനിക്ക് വകുപ്പിന് ഒന്നും കൊടുത്തിട്ടില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നു. അത് സാധാരണക്കാരെ ജനങ്ങളെ കബളിപ്പിക്കാനാണോ സപ്ലൈകോ ജീവനക്കാരെ കബളിപ്പിക്കാനാണോ എന്നറിയില്ല. തീർച്ചയായിട്ടും അങ്ങനെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ആ സമയം തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഷേധത്തോടൊരു രാജി വെച്ചിട്ട് എത്രമാത്രം അദ്ദേഹത്തിന് ഈ സമൂഹത്തിൽ മാന്യത കിട്ടും. അപ്പൊ എനിക്ക് ഭക്ഷ്യമന്ത്രിക്കും ഇതിൽ വലിയൊരു പങ്കുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ വിജയകുമാർ, ഞാൻ ATUC പ്രതിനിധികളെയും വിളിച്ചിരുന്നു, സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനാ പ്രതിനിധികൾ. അപ്പോൾ അവർ പറഞ്ഞത് ഈ 15-ാം തീയതി പ്രതീക്ഷ വയ്ക്കുകയാണ്. അന്ന് ബജറ്റിൽ കാര്യമായിട്ടുള്ള ഒരു വിഹിതം ഈ സപ്ലൈകോയ്ക്ക് അതിനുള്ള വിഹിതം കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. അതിനുശേഷം മാത്രമേ ഇനി ഞങ്ങൾ പ്രതികരിക്കൂ എന്നുള്ള ഒരു നിലപാടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷയെങ്കിലും നിങ്ങൾക്കുണ്ടോ ഈ വിഷയത്തിൽ? ഒരു പ്രതീക്ഷ ഈ വിഷയത്തിലില്ല. കാരണം ഈ സ്ഥാപനം ഞാൻ പറഞ്ഞില്ലേ 2500 കോടി ബാങ്ക് കടമാണ്. സപ്ലൈകോയ്ക്കുള്ള കടം ഗവൺമെന്റ് തീർക്കുമെന്ന് പറയുന്നുണ്ടോ? കർഷകര് ആത്മഹത്യ ചെയ്താൽ ആ കടം വരുക സപ്ലൈകോയുടെ പേരിലാണ്. 1800 കോടി അത് ഗവൺമെന്റ് അടക്കുവോ? ഈ 4300 കോടി കടം. അതുകൂടാതെ സപ്ലയർമാർക്ക് 800 കോടിയോളം കടം കൊടുക്കാനുണ്ട്. ഒരു സപ്ലയർമാരും സാധനം തരുന്നില്ല. അപ്പൊ ഇതിനെ ആശ്രയിച്ച് കഴിയുന്ന ഈ നാട്ടിലെ ജനങ്ങള് ഇപ്പൊ പലരും മാവേലി സ്റ്റോറുകളിൽ സൂപ്പർ മാർക്കറ്റുകളിൽ വന്നു കഴിഞ്ഞാൽ ഒരു ആളുകൾ വരികയാണ്.
പ്രതീക്ഷയോടെ ദിവസവും ആളുകൾ വരികയാണ്, അതുപോലെ തിരിച്ചു പോവുകയാണ്. അത് തീർച്ചയായിട്ടും പൊതുവിപണിയിൽ വില കൂടും, ഒരു സംശയമില്ല. നമ്മുടെ നാട്ടിൽ വിലക്കയറ്റത്തിന് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം വരാനുള്ള സാധ്യതയുള്ള ഒരു ബഡ്ജറ്റാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്. അതിനെതിരെ ഞങ്ങൾക്കുള്ള ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഭക്ഷ്യമന്ത്രി ശക്തമായി പ്രതികരിക്കണമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം പോരാ. അദ്ദേഹം പറയുന്ന ചില മറുപടികളിലേക്ക് കൂടി അങ്ങയിലേക്ക് മടങ്ങിയെത്താൻ ശ്രീ ഡിജോ കപ്പലിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ശ്രീ ഡിജോ കപ്പൻ, ഇപ്പോൾ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പൂഴ്ത്തിവെപ്പ്, കരിഞ്ചാന്ത എന്ന തരത്തിലുള്ള പ്രയോഗങ്ങളും പരാമർശങ്ങളും ഒക്കെ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങ് അന്യം നിന്ന് പോയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. പക്ഷെ അതിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയതാണ് ഈ സപ്ലൈകോ പോലെയുള്ള നമ്മുടെ ഈ ഔട്ട്ലെറ്റുകൾ, നമ്മുടെ ഈ സ്ഥാപനങ്ങൾ, പ്രസ്ഥാനങ്ങളിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാം. പക്ഷേ വീണ്ടും ഇങ്ങനെ വിലക്കയറ്റം ഉണ്ടാകുന്നു. വീണ്ടും നമ്മുടെ ഒരു ഭക്ഷ്യ അവസ്ഥയെ, നമ്മുടെ സമൂഹത്തിന്റെ ഒരു നിലവിലത്തെ ഒരു സ്ഥിരതയെ എങ്ങോട്ടേക്കായിരിക്കും തള്ളിവിടുന്നത് ഇവരൊക്കെ എന്നതിനെ പറ്റി ആ ഒരു തരത്തിലേക്ക് ചിന്തകൾ പോലും പോകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ വിജയകുമാറിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഒരു 15-20 വർഷം മുമ്പ് കേരളത്തിൽ മാർജിൻ ഫ്രീ മാർക്കറ്റ് ഷോപ്പുകൾ വ്യാപകമായിട്ടുണ്ടായിരുന്നു. അതായത് അവര് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന ലാഭം അത് ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്നു, അതിന്റെ ഒരു നല്ല ശതമാനം. ശരിയാണ്, പല ഉൽപ്പന്നങ്ങൾക്കും ഇപ്പൊ 100 രൂപ വിലയുള്ള ഒരു ഉൽപ്പന്നം MRP വില അടിച്ചിരിക്കുന്നത് കേരളത്തിൽ മാത്രം ഒരു പ്രത്യേക പ്രതിഭാസം ഉണ്ട്. 100 രൂപയും മേടിക്കും. മാക്സിമം റീറ്റെയിൽ പ്രൈസിനാണ് അടിച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ ആക്ച്വൽ വില എന്ന് പറയുന്നത് 60 രൂപയാണ്. 60 രൂപ മുതൽ മുകളിലോട്ടാണ്. അത് അതിന്റെ C&F അല്ലെങ്കിൽ ഹോൾസെയിൽ റീറ്റെയിലുകാർക്കൊക്കെ കൊടുത്തതിന് ശേഷം ഈ മാർജിൻ ഫ്രീ ഷോപ്പുകാര് അതൊരു 80 രൂപയ്ക്ക് ഉപഭോക്താക്കൾക്ക് കൊടുത്തിരുന്നു. മറ്റ് കടകളിൽ 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനം മാർജിൻ ഫ്രീ മാർക്കറ്റുകളിൽ 80 രൂപയ്ക്ക് കിട്ടി. അപ്പം മാർജിൻ ഫ്രീ മാർക്കറ്റുകളിലേക്ക് ആളുകൾ വ്യാപകമായി ചെല്ലാൻ തുടങ്ങിയാണ്. അത് കേരളത്തിലെ മറ്റ് സ്വകാര്യ കച്ചവടക്കാർ, അതായത് മറ്റ് പലചരക്കാര്, പ്രൊവിഷൻകാർക്കൊക്കെ അത് വലിയ ഭീഷണിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞപ്പോ ഈ മാർജിൻ ഫ്രീ മാർക്കറ്റിന്റെ മുകളിലത്തെ തട്ടിൽ ഇരുന്നവർക്ക് സ്വാർത്ഥത തോന്നി, അല്ലെങ്കിൽ അമിത ലാഭം തോന്നി, അല്ലെങ്കിൽ ഒരു മോഷണ ശ്രമം അല്ലെങ്കിൽ ഒരു അഴിമതി, അവരിതിൽ നിന്ന് കൈയിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ കൈയിട്ട് വാരിയതാണ് സത്യത്തിൽ കേരളത്തിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രൈവറ്റ് സെക്ടറിൽ ഉണ്ടായിരുന്ന വില കുറച്ച ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന മാർജിൻ ഫ്രീ മാർക്കറ്റുകൾ പൊട്ടിയത്. എന്ന് പറഞ്ഞതുപോലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഉന്നതരായ ചില ആളുകൾ, നിങ്ങൾ മീഡിയയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിജിലൻസ് അന്വേഷണം ഇന്നാരെ കുറിച്ച്. അപ്പൊ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്തുനിന്ന് കൈയിട്ട് വാരിയതാണ്. പക്ഷെ അത് ജീവനക്കാർ അന്ന് തന്നെ കണ്ടുപിടിച്ച് ഞങ്ങളുടെയും കൂടി മാവേലി സ്റ്റോറുകൾ കൂട്ടാൻ പോകുന്നെന്ന് പറഞ്ഞു. പാവപ്പെട്ട ജീവനക്കാരനെ ഇങ്ങോട്ട് പോകും. അവന്റെ കുടുംബം പെരുവഴിയിലാകില്ലേ? അവന്റെ കുടുംബത്തിന് ഭക്ഷണത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഉള്ള വരുമാനമായിട്ട് നിന്നു പോവുക. അപ്പൊ ഈ മാവേലി സ്റ്റോറുകൾ എങ്ങനെ നിന്നു പോകുക എന്നുള്ളതിന്റെ ഒറ്റ കാര്യം കൊണ്ട് പഠിച്ചാൽ മതി. നമ്മുടെ നാട്ടിലെ മാർജിൻ ഫ്രീ മാർക്കറ്റുകൾ സ്വകാര്യ മേഖലയിലുള്ളത് എങ്ങനെ നിന്നുപോയി എന്നുള്ളതിന്റെ മറ്റൊരു ഉദാഹരണമാണ് മാവേലി സ്റ്റോർ. ഞാൻ മാവേലി സ്റ്റോറിന്റെ ലാസ്റ്റ് ഘട്ടത്തിലോട്ടും കൂടെ പറയാം. എന്റെ അഭിപ്രായത്തിൽ മാവേലി സ്റ്റോറുകൾ ഇന്നത്തെ നിലയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നതിന് അർത്ഥമില്ല. ഇത് എത്ര കാലം ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരുത്തിവെക്കുന്ന ബാധ്യത മുഴുവൻ കേരളത്തിലെ നികുതിദായകന്റെ കയ്യിലാണ്. അടഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാപനങ്ങളും ഇല്ലാത്ത മാവേലി സ്റ്റോറിന് വാടക കൊടുക്കണം, കറണ്ട് ചാർജ് കൊടുക്കണം, അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, സാലറി കോസ്റ്റ്, ഇതെല്ലാം കൂടി വരുന്നതിന് പകരം ആ പണം ആളുകളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കട്ടെ. അത് ആളുകൾ ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മാർക്കറ്റിൽ പോയി ചെറിയ നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ശ്രീ ഡിജോ കപ്പൻ. അതായത് നിലവിൽ തന്നെ നമ്മുടെ ആളുകൾക്ക് ഭക്ഷണ സാധനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ കിട്ടാൻ വലിയ പാടുപെടുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു പദ്ധതിയൊക്കെ പറഞ്ഞ് നിലവിൽ ഈ മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ ലഭ്യമാക്കാൻ, ഈ കടകളിൽ നിന്നൊക്കെ ഒന്ന് തിരിച്ചു വരാൻ എന്ത് നടപടി സ്വീകരിക്കാനാകും എന്നുള്ളതാണെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യം ആലോചിക്കണം. ഇതിലേക്കാണ് ശ്രീ വിജയകുമാർ, ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകൾ അങ്ങ് കേട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഈ ഭാരത് റൈസിന്റെ കാര്യത്തിൽ മന്ത്രിയുടെ രാഷ്ട്രീയ ആരോപണത്തെ ശരിവെക്കാതെ പറ്റുമോ? അത് ഒരു പരിധിവരെ ശരിയായിരിക്കാം. ഈ പ്രത്യേക ഇലക്ഷന്റെ സമയത്ത് അത് ഒരു രാഷ്ട്രീയ തീരുമാനം തന്നെ എന്നതിൽ നമ്മൾ അതിനോട് യോജിക്കുകയാണ്. പക്ഷേ സപ്ലൈകോയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മുമ്പേ സാധനങ്ങളില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ചർച്ചയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അന്നേരം അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് സപ്ലൈകോയിൽ ഈ ഓണത്തിന് ശേഷം ഒരു സാധനങ്ങളും ഔട്ട്ലെറ്റുകളിലില്ല. ജനങ്ങൾ സാധനം കിട്ടാതെ വലയുകയാണ്. ഔട്ട്ലെറ്റുകൾ പൂട്ടലിന്റെ വക്കിൽ തന്നെയാണ്. പിന്നെ ഒരു പഞ്ചായത്തിൽ, ഞാനും പത്രദ്വാര കേട്ടതാണ്, ഉത്തരവായിട്ട് കണ്ടിട്ടൊന്നുമില്ല, ഒരു പഞ്ചായത്തിൽ 3-4 മാവേലി സ്റ്റോർ ഉണ്ടെങ്കിൽ അത് ഒന്നു മതി, ബാക്കി സൂപ്പർ മാർക്കറ്റുകൾ ആക്കി അത് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ ബാക്കി അടക്കാം എന്ന രീതിയിൽ ഒരു ചർച്ച നടന്നു എന്നറിയുന്നു. പക്ഷെ അത് ഉത്തരവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനിടയിൽ തന്നെ ബഹുമാനപ്പെട്ട ജിജോ കാപ്പൻ സാർ ഇവിടെ പറഞ്ഞതിനെ കുറിച്ച് ഒന്നും പറയാതെ എനിക്ക് പറയാൻ പറ്റില്ല. ഈ ഉദ്യോഗസ്ഥന്മാർ അഴിമതിക്കാരാണ് എന്ന രീതിയിലേക്കുള്ള ഒരു ചർച്ച പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സപ്ലൈകോയെ സംബന്ധിച്ചിടത്തോളം
സർക്കാരാണ് പ്രതി. ഒന്നാം പ്രതി സർക്കാരാണ്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ കൊടുക്കുന്ന സബ്സിഡിയിൽ കൊടുക്കുന്ന തുക, മാർക്കറ്റ് ഇന്റർവെൻഷന്റെ തുക കൃത്യമായിട്ട് സർക്കാർ കൃത്യമായിട്ട് തരണ്ട, അതിന്റെ പകുതിയെങ്കിലും സർക്കാർ തന്നിരുന്നെങ്കിൽ ഈ സ്ഥാപനത്തിന് ഇന്ന് ഈ ഗതി വരില്ല എന്ന് ഞങ്ങളെല്ലാം ഈ കണക്കുകൾ പരിശോധിച്ചാൽ ആർക്കും വ്യക്തമാവുന്നതാണ്. അതുകൊണ്ട് സർക്കാർ ഈ സംരംഭത്തെ രക്ഷിക്കണമെങ്കിൽ 1069 കോടിയാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ഒരു 400 കോടി അല്ലെങ്കിൽ ഒരു 500 കോടി ആശ്വാസമായിട്ട് തന്നാലും ഈ സ്ഥാപനം അല്പം ഭേദപ്പെട്ട രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. പക്ഷേ ഇതിലെ തൊഴിലാളികൾക്ക് മാത്രം അതിന്റെ നഷ്ടമുണ്ടാകുക. ഈ സ്ഥാപനം എപ്പോഴും നഷ്ടത്തിലാണ് കണക്കുകൾ കാണിക്കുന്നത്. ഈ സ്ഥാപനം നഷ്ടത്തിലല്ല. ഈ സ്ഥാപനം വ്യക്തമായിട്ട് നമ്മൾ സബ്സിഡി കൊടുക്കുന്ന തുക സർക്കാർ തരികയാണെങ്കിൽ ഈ സ്ഥാപനം ലാഭത്തിൽ തന്നെയാണ്. അങ്ങനെ ലാഭത്തിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ തച്ച് തകർക്കുന്ന ഒരു സമീപനം സർക്കാർ എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, മന്ത്രി കുറച്ചുകൂടി ഈ വിഷയത്തിൽ സപ്ലൈകോയ്ക്ക് കിട്ടാനുള്ള വാങ്ങാനുള്ള ഫണ്ട് വാങ്ങാനുള്ളതിൽ കൂടുതൽ വ്യഗ്രത കാണിക്കണം എന്ന് ഈ INTUC യൂണിയന് അഭിപ്രായമുണ്ട്. ശരി, ഞാൻ ശ്രീ ഡിജോ കപ്പലിലേക്ക് കൂടി ഒന്ന് പോയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രീ ഡിജോ കപ്പൻ, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതിസന്ധികൾ പലതും നമ്മൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ബജറ്റിൽ ഉൾപ്പെടെ കണ്ടു പലതരത്തിലുള്ള നയവ്യതിയാനങ്ങൾ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ സപ്ലൈകോയോട് സ്വീകരിച്ചിരിക്കുന്ന ഈ രീതിയും നമ്മൾ അതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ടോ? അതെ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു ജീവനക്കാരനും എല്ലാ ജീവനക്കാരും അഴിമതിക്കാരനൊന്നും ഞാൻ ഒരിക്കലും പറയല്ല. സർക്കാർ ജീവനക്കാരില് ഒരു 5 മുതൽ 10% വരെയുള്ള ജീവനക്കാരാണ് മൊത്തം ജീവനക്കാരെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റവും അഴിമതിയും ഒക്കെ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർക്കാർ ജീവനക്കാർക്ക് എന്ന് സംഘടനാ തലത്തിൽ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ തലത്തിൽ സംഘടിക്കാൻ അവസരം കൊടുത്തു അന്ന് മുതലാണ് ഈ സ്ഥാപനങ്ങളെല്ലാം മോശമായിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡ്, അത് കഴിഞ്ഞാൽ KSRTC ആണ്. KSRTCയിലെ ഞങ്ങള് ഒരു 90കൾ മുതൽ പറയുന്നു, ഒരു ബസ്സിന് 12 ജീവനക്കാർ വെച്ചുകൊണ്ട് പോയാൽ ശമ്പളവും പെൻഷനും മുടങ്ങും, ഇത് 8ലോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ അപകടകരമാണ്. അപ്പൊ അന്ന് ഞങ്ങളെ വലിയ തൊഴിലാളി വിരുദ്ധരായിട്ട് ചിത്രീകരിച്ചു. പക്ഷെ ഇന്നെന്താ സ്ഥിതി? ഇന്ന് KSRTCയിൽ ഒരു ബസ്സിന് 12 എന്നുള്ളത് ഇന്ന് 7 ആയിട്ട് പോലും 3 മാസമായി KSRTC പെൻഷൻ കൊടുത്തിട്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കി വെച്ച ബാധ്യത, അങ്ങനത്തെ ബാധ്യത ഇപ്പം ബഹുമാനപ്പെട്ട വിജയകുമാർ പറഞ്ഞു, ഒരു അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ കാലാകാലങ്ങളിൽ വരുന്ന ഭക്ഷ്യവകുപ്പിന്റെ മന്ത്രിയുടെ താല്പര്യപ്രകാരം അവരുടെ പഞ്ചായത്തുകളിൽ 2ഉം 3ഉം മാവേലി സ്റ്റോറുകളൊക്കെ തുടങ്ങി. അത്രയും മാവേലി സ്റ്റോറുകൾ തുടങ്ങിയാൽ അതിന്റെ വാടകയും അതിന്റെ ജീവനക്കാരുടെ ശമ്പളവും ഇലക്ട്രിസിറ്റി ചാർജും കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പഞ്ചായത്തിലും ഒന്നൊന്നംഗ നിലയിലും ഇത് നിലനിർത്തിയാൽ പാവപ്പെട്ട ആളുകൾക്ക് വലിയൊരു ആശ്വാസമാകും. അല്ലെങ്കിൽ ഇത് മറ്റൊരു KSRTC ആയിട്ട് മാറും. ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ 12ൽ നിന്ന് ഇന്ന് 7 ആയിട്ട് പോലും ശമ്പളവും പെൻഷനും കൊടുക്കാൻ പറ്റുന്നില്ല. എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ വെച്ച് വരുന്ന ബാധ്യത. അതുകൊണ്ട് ഇതിനൊരു ശസ്ത്രക്രിയ നടത്തേണ്ട സമയമായി. നമുക്കറിയാം, ഒരു പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ദിവസ വേതനത്തിനുൾപ്പെടെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുള്ള സ്ഥാപനമാണ്, പ്രസ്ഥാനമാണ് അവിടെ. പക്ഷെ അവരൊക്കെ ഇപ്പോൾ വലിയ കഷ്ടപ്പാടിലാണ് ഉള്ളതാണ് ഇതിലൊരു വലിയ യാഥാർത്ഥ്യം. എന്തായാലും സർക്കാർ വളരെ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ സർക്കാർ ഇടപെടൽ ഉണ്ടായേ മതിയാകൂ. ഈ കേന്ദ്രത്തിനെ പഴിച്ചൊക്കെ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ സാധാരണക്കാരാണ് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നിങ്ങൾ തള്ളിവിടുന്നവരെയാണെന്ന് മാത്രം ഓർക്കുക. നന്ദി അതിഥികൾക്ക്.